ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യം നേരുന്നു. സമ്പൂർണ്ണ ആരോഗ്യം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരാത്മ ദേഹികളെ അത് ഏറ്റവും അനുയോജ്യമായി ഭാവി ജീവിതത്തിന് അനുയോജ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് ആരോഗ്യമാക്കിയെടുക്കുക എന്നുള്ളത്. അതിന് പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിലുള്ള നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ അധ്വാനം. രണ്ടാമതായിട്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ നമ്മുടെ സ്ട്രെങ്ത്, ആ മാനസികമായ ശക്തീകരണം നമുക്ക് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ സ്റ്റാറ്റസ്. പലപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതചര്യ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ആരോഗ്യരംഗത്ത് ജനിതക രോഗങ്ങൾ ധാരാളമുണ്ട്. കൂടാതെ മനുഷ്യന് അവനറിയാതെ തന്നെ അവൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെയും സാഹചര്യത്തിലൂടെയും പല രോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. എന്നാൽ ബോധപൂർവം മനുഷ്യൻ പല രോഗത്തിലേക്ക് വീഴുന്നു. അങ്ങനെയുള്ള ബോധപൂർവം വീഴുന്ന പല രോഗങ്ങളിലെ പ്രധാനപ്പെട്ടതാണ് ലഹരിക്ക് അടിമയാവുക എന്നുള്ളത്. ഇത് മനുഷ്യനെ, പ്രത്യേകിച്ച് യുവതലമുറയെ ഇന്ന് വളരെയധികം നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവരുടെ ശരീരാത്മ ദേഹികളെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നു. നെഗറ്റീവ് എനർജി വരുന്നു. ആ തലമുറ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് കഞ്ചാവ് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് യുവതലമുറ മാറി ഒരു പോസിറ്റീവ് എനർജിയിലൂടെ നല്ല അധ്വാനം ഉണ്ടാകണം, നല്ല ഒരു മാനസിക അവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ നമ്മൾ ഇൻവോൾവ് ആകണം. മാത്രമല്ല മ്യൂസിക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവായി നല്ല ഒരു ഭാവിയുടെ വിധാതാക്കളായി തീരട്ടെ എന്നും എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ഒരു ലോകാരോഗ്യ ദിനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.